നല്ല എളുപ്പത്തിൽ ചോറ് വറ്റിച്ചെടുക്കുന്ന രീതിയിലുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കിയാലോ. പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കിസ്മിസ് ചേർത്ത് വറുത്തെടുക്കുക. അതിലേക്ക് തന്നെ നട്ട്സും ചേർത്ത് വറുത്തെടുക്കുക. ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച സവോള വറുത്തെടുക്കുക. വേറൊരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് സാധാരണ ജീരകം എന്നിവ പൊട്ടിച്ചെടുക്കുക. കഴുകി വാരി വെച്ച 3 ഗ്ലാസ് കൈമ അരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതിനാവശ്യമുള്ള വെള്ളം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അവസാനത്തെ 1 ഗ്ലാസ് ഞാൻ 3/4 ഗ്ലാസ്സേ ചേർക്കാറുള്ളൂ. പിന്നെ ഉപ്പ് ചേർക്കുക. പോരായ്മ ഉള്ളത് രുചിച്ച് നോക്കിയിട്ട് കുറച്ച് കൂടുതലുള്ള രീതിയിൽ ചേർക്കുക. സവോളയും നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ച് വെള്ളം വെട്ടിത്തിളയ്ക്കുന്നിടം വരെ തിളപ്പിക്കുക. വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് മുകളിൽ വെള്ളം കാണാത്ത പരുവത്തിൽ അരി വറ്റിച്ചെടുക്കുക. വെള്ളം 7 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അത് മറ്റേ സവോള വറുത്ത പാത്രത്തിലേക്ക് ഇട്ടേച്ച് സവോളയും നട്ട്സും കിസ്മിസും ഒക്കെ മുകളിൽ വിതറി കുറച്ച് പൈനാപ്പിൾ എസൻസ് മുകളിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ നെയ്യ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്ത ഒരു പഴയ തവ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ ബിരിയാണി പാത്രം എടുത്ത് വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക. താങ്ക്